ഡാനി, അതെ നിനക്കെന്നോടൊരു വാക്ക് പറയാനില്ലേ? അവൻ എങ്ങനെ പറയുന്ന കരുതി ഉണ്ടായിരുന്നത്. അതെ നമുക്ക് ജിബിറ്റായിട്ടിനെ നടത്താട്ടാ. തൽക്കാലം ആരും അറിയണ്ട. ഇന്ന് കാണാൻ വരുന്നവരുടെ മുന്നിലേ നന്നായിട്ടൊന്ന് അഭിനയിച്ചോ. ബാക്കി ഞാൻ കഴിഞ്ഞില്ലടി നിന്റെ പാത്രം കഴുകല്. നീ എവിടെ പോണു? ഞാനിപ്പോ വരാം, കുറച്ച് പണിയുണ്ട്. ആ മൊബൈൽ ഇങ്ങടെ തന്നെ. പണിയാ? നീ പണിക്ക് പോണ്ട. ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോഴേലും നിനക്കൊന്ന് കുടുംബത്തിൽ നിന്നൂടടാ. ഇതൊക്കെ വെറും ചടങ്ങല്ലേ. നീ ഒരു പഴങ്ങടുത്തേ. ഗോകുലേ, എടാ നമ്പർ കിട്ടിയ? നമ്പർ മാത്രല്ല, ആഹാ ഇവന്മാര് വീണ്ടും ഒന്നായ. അച്ഛന് ഒരു അച്ചപ്പ് കൊടുക്കായിരുന്നില്ലേ? ആ ഇത് ഇവിടെ ഉണ്ടാക്കിയതാണല്ലേ? അതെ. മോക്കടെ പേരെന്താ? ആനി വർഗീസ്. എന്തോ? ആനി വർഗീസ്. ആ അങ്കമാലിൽ എവിടെ വീട്? അങ്കമാലിയിൽ ഓലിയങ്കപ്പേടയുടെ പുറയില് ഒരു കുക്കിന്റെ സ്റ്റാച്ചുള്ള വീടുണ്ട്. കുക്ക് ജോസഫ് എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും, അത്രയ്ക്ക് ഫേമസാ. പിന്നെ ഇവന് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് നിർബന്ധം. അതിനവിടെ സ്ഥലം നോക്കാൻ വന്നതേ. മോനല്ലുണ്ടല്ലോ, എന്താ ജോലി? അയട്ടിയ. ഓ, കണ്ണിനും തൂറ്റി? ഇല്ല ഇല്ല, ഇവൻ 5-6 ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നിപ്പോ പറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ അറിയിക്കാം അല്ലേ? ഡാഡി, എനിക്ക് പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടേ? എന്തിനാ രണ്ടിന്റെ വില കളയിലടാ മോന്ത. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനെയല്ലേ? അങ്ങനെ മതി. അതല്ലേ നല്ലത്. ആയിക്കോട്ടെ. അപ്പൊ ശരി. സന്തോഷം. പോയിട്ട് വരാട്ടോ. അപ്പൊ ശരി എന്നാ. പറമ്പ് കഥനെ മോളെ കെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? നടക്കും. ആനി ആനി, ഹലോ, അവര് വന്നാ? ഓക്കെ ഓക്കെ. എന്താ പറയണേ? ഹലോ ഹലോ, ആ ചേട്ടാ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഹലോ, ആരാണ്? ഞാൻ ഒരു കല്യാണക്കാരെ സംസാരിക്കാനാണ്. ആ ഓക്കെ ഓക്കെ, ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫീസിലേക്ക് എത്തും. ഓക്കെ, ഓഫീസ് എവിടെയാണ്? SBI ATM-ന്റെ നേരെ മുകളിൽ. അവിടെ എൻ്റെ മരുമോൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഈ നമ്പർ ആരുടെയും നോക്കി. ഇതിപ്പോ ഒരു വടിക്ക് 2 വർഷം ആവൂലോ. ആ അങ്കിളെ, ഇന്ന് പോയി മറ്റേ കല്യാണക്കാരെന്തായി? അത് ഓക്കെയാണ് പെപ്പെ, നമുക്കത് പൊളിക്കാം. ഞാനും ഒരു പൊളി പൊളിക്കും. ഞാനൊരു പുത്തൻ ഷർട്ട് എടുക്കുന്നുണ്ട്. നിനക്കെന്തിനാണ് ഷർട്ട്? അങ്കിള് നമ്മുടെ അടുത്ത ആദ്യത്തെ കല്യാണം അല്ലേ, അപ്പൊ നമ്മളൊരു പൊളി പൊളിച്ചാലല്ലേ കല്യാണം പൊളിയാവുള്ളൂ. ഏതാ കളറ്? തത്തപ്പച്ച. തത്തപ്പച്ചേ? നീ എന്താ എടുക്കണേ? ഡിസൈനിങ്. ഈ കല്യാണത്തിന്റെ കത്തും ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും. അതിന് നിനക്ക് ഡിസൈനിങ് അറിയോ? പിന്നല്ലാണ്ട് ഡിസൈനിങ് ഒക്കെ അറിയണോ? ഇതെന്താ ചോദ്യം ചോദിക്കണേ? ഈ വെള്ള പേപ്പറിലേക്ക് ആ പേരും ഡീറ്റെയിൽ ഒക്കെ എഴുതിത്തോ, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ഇത് വർഗീസേട്ടൻ ഞെട്ടും. ചേട്ടാ, ആ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി. ആ വാ വാ വാ, ഇരിക്കെ. അതെ, വന്ന കാര്യം പറയാം. ആ ചേട്ടൻ ഇപ്പൊ പെണ്ണ് കാണാൻ പോയില്ലേ കടങ്ങൂർക്ക്? അത് നടക്കൂല. അതെന്താ കാര്യം? അവളെ കെട്ടാൻ പോണത് ദേ ഇവനാണ്. ഇവനാ? അതെ, ഇവൻ അവരുടെ അയലക്കത്തെ പയ്യനല്ലേ? അയലക്കത്ത് കെട്ടാൻ പാടില്ലേ? അതൊക്കെ തീരുമാനിക്കട്ടെ ആ പെങ്കൊച്ചിന്റെ അച്ഛനും അമ്മയാണ്. അവര് തീരുമാനിക്കട്ടെ, അല്ലാണ്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ അവളുടെ ആങ്ങളെയാണ്. ഈ കാര്യത്തിൽ ഞാനാണ് തീരുമാനിക്കുന്നത്. ഇനി മേലെ എന്റെ പെങ്ങക്ക് പോലെ ചെറുക്കനുണ്ടാക്കാൻ വന്ന തല്ല് പൊളിക്കും തന്റെ കോപ്പ് ഓഫീസും ദേ ഇവന്. മനസ്സിലായ? നീ വാടാ.
നിന്റെ പേരെന്താ? എന്റെ പേര് പെപ്പേറോഷൻ. പെപ്പേറോഷൻ. നീ കൊറേ നേരം ഇതിനകത്ത് കുത്താൻ നീ എന്തോന്നാണ് ഇതിനകത്ത് കാണിച്ചു വെക്കണേ? ചേട്ടൻ ഇത് ഓൺ ചെയ്യാൻ അറിയാൻ കേട്ടോ. ഓൺ ചെയ്യാനുള്ള നിന്നെ എവിടെ കിട്ടിയോളൂ ഇതിനൊക്കെ. അതെ ഒന്ന് നിന്നേ. ആ സ്ഥലക്കച്ചവടം ഞാൻ തന്നെ നടത്തൂട്ടാ. സ്ഥലക്കച്ചവടല്ലേ? വാട്ടാ താൻ പരിസരത്തേക്ക് വാ, ശരിയാക്കി തരാം ഞാൻ. അവന്റെ ഒരു തത്ത പച്ചയും കല്യാണ കത്തും എണിച്ച് പോടാ അവിടുന്ന്. ഈ സാധനം ഓൺ ചെയ്യാനത് ഇത്ര കുറ്റമാണോ? ഇവനെന്താണ് അയാളത്തല്ലോ എന്ന് പറയുന്നത്? കെവിന്റെ അമ്മായപ്പനല്ലേ, നമ്മൾ തല്ലാൻ പാടുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ, എടാ അതെ, ആൽബിനെ കൊണ്ട് വേഗം പാതാളം പാലത്തിന്റെ താഴ്ത്തിക്കോ. എന്താടാ? എവിടെ? പാതാളം പാലൂലേ, പാതാളം ഓക്കെ പാലത്തിന്റെ താഴ്ത്തിക്ക് വേഗം വരാൻ ആൽബിനെ കൊണ്ട്. എന്താടാ? എടാ കെവി, ചിന്തിന്റെ അപ്പ ഞങ്ങള് കണ്ട്. എവിടെ വെച്ച്? അതൊക്കെ ഞങ്ങൾ ഓഫീസിൽ പോയി കണ്ട്. സീനൊന്നുമില്ല, നമ്മുടെ സ്വന്തം ബ്രോക്കർ തന്നെയാണ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിണ്ടാ. നീന് നേരിട്ട് പിടിച്ചെന്ന് പെണ്ണ് ചോദിച്ചോ? അടിച്ചു പൊളിക്കാം നമുക്ക്. നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങൾ പുത്രന്മാരും ഒക്കെ ആണെങ്കിൽ പിന്നെ മേരിയുടെയും മീനയുടെയും കാര്യം ഞാനത് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. നിങ്ങൾ നാളെ പെണ്ണ് കാണാൻ വന്ന കാര്യം നിങ്ങൾ സെറ്റ് ചെയ്തോ. ഓക്കെ ഓക്കെ, വാ അച്ഛാ, മറക്കല്ലേ. നിക്കടവിടെ, നീ ആ ബ്രോക്കറെ കണ്ടായിരുന്നോ? പെങ്ങക്ക് വന്ന നല്ലൊരു ആലോചന മുടക്കി വന്ന് നിക്കണ്.
അവളെ കെട്ടാൻ പോണതേ ജിബിറ്റാണ്. അവൻ അവളെയും അവക്ക് അവനെയും ഇഷ്ടമാണ്. ഞാൻ വാക്കും കൊടുത്തു. നീയാണത് തീരുമാനിക്കണേ. ഞങ്ങൾ എന്താ ചത്ത? നിങ്ങൾ തീരുമാനിച്ചോന്നേ. ഇവിടെ ഇത് നടക്കാൻ പോകുന്നു. ഇങ്ങോട്ട് മാറിയേ. ഞാൻ ചത്താലും വേണ്ടില്ല. എന്നെ മുട്ടക്കളിന്ന് വിളിച്ചോടത്തേക്ക് എന്റെ മോളെ വിടില്ല. മതി കേട്ട് അവളുടെ ഒരു മുട്ട പുരാണം. അവനും അവന്റെ ഒരു പള്ളിയിൽ അച്ഛനും. വരാതിരിക്കാൻ കഴിയില്ലല്ലോ. നീ എന്നെ വിളിച്ചില്ലേലും അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. പോടി ആകുന്തി. ആഗോന് എക്സാം തുടങ്ങി, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. അവൻ റീസറിനോട് സംസാരിക്കാം. നടക്കൂല മോനെ. ഇവിടെ ആരും സംസാരിക്കാനും പോലില്ല. അവളുടെ മോളെയും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കാമില്ല. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. അപ്പുറമല്ല പറയണ്ട. നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ചാനൽ അങ്ങോട്ട് വേണ്ടി ചാടി കളിക്കരുത്. അതൊരു നല്ല കൊച്ചാ. നിന്നെ കെട്ടാൻ മാത്രം എന്ത് പാവം ചെയ്തെന്നാ മനസ്സിലാവാത്തത്. നിങ്ങള് സമ്മതിക്കണ പോലെയാണല്ലോ സംസാരിക്കണത്. അമ്മയെ സമ്മതിക്കും. സമ്മതിക്കും. അവൻ പള്ളി ചെന്നേ അച്ഛന്റെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ അവളുടെ പടിയോട്ടൂല. ഞാൻ അടുത്ത് കഴിച്ചോളാം. ചാനൽ മാറ്റടാ. എന്നാ കുറച്ച് കറിയും കൂടി എടുത്തോ. മേരി ചേച്ചി അകത്തേക്ക് കയറിയിരിക്കേ. ഞാനിവിടെ നിന്നോളാം. എന്നാ പിന്നെ പള്ളി ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് നിങ്ങൾ നടത്താല്ലേ. പിന്നെ ഇവരുടെ കോഴിപ്പോര് ഇതുവരെ തീർന്നു. പിന്നെ നിങ്ങളൊന്ന് പരസ്പരം കൈ കൊടുത്തേ. ചെല്ലമ്മേ. പോയല്ലോ. പോട്ടെ, കാര്യമാക്കണ്ട. എടി ആനി, ഇത് മറ്റവർക്ക് കൊടുത്ത സെയിം സാധനം തന്നെയാണ്. അതെ, നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇത് കണ്ടില്ലേ നൂല് വരുന്നത്. പോടാ അവിടുന്ന്. ശരിയാക്കിട്ടുള്ള കാര്യം. എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങളുടെ വീട്ടിലെ മുട്ട എങ്ങനെയാണ് പോണേന്ന്? ദേ ഇവനാണ് ഈ മുട്ടക്കള്ളം പൊട്ടാസ്. നീ മുട്ട എന്ത് ചെയ്യാനാടാ? മഞ്ഞപ്പൊടി ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് കുടിക്കാൻ. നിനക്ക് വല്ലതും പറ്റിയോടാ? പോയിക്കോടാ പോടാ. അവന്റെ ഓട്ടം കണ്ടില്ല. മുട്ട കെട്ടുന്നതിന്റെ എനർജി. കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. എന്തൊക്കെ ആയിരുന്നു അങ്കം. വാട